ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, കർത്താവിൻ്റെ തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനും ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധനായ പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യം എല്ലായ്പ്പോഴും അനുഭവിക്കുന്ന നല്ല മക്കളായി നമുക്ക് രൂപാന്തരപ്പെടുവാൻ ഇടവരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ നമ്മളും സകല ജനതയും അനുഭവിക്കുവാൻ അവിടുന്ന് തന്നെ നമ്മളിൽ പ്രവർത്തിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലോകമെമ്പാടുമായിട്ടുള്ള ദൈവവചന പ്രഘോഷണ മേഖലയെ, പ്രത്യേകിച്ച് ഷാലോമിലൂടെയുള്ള ഈ വചന ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് അതിന് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ പ്രത്യാശയാകട്ടെ, ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. ഓരോ മനുഷ്യനിലും നിഗൂഢമായി തന്നെ സ്ഥിതി ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന പ്രവാചകന്മാരുടെ പൂർത്തീകരണമെന്ന് പറയാവുന്ന വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനത്തിൽ സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഒരുപക്ഷെ സ്നാപയോഹന്നാൻ്റെ രക്തസാക്ഷിത്വം, മരണം ഈശോയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാകാം. കാരണം ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന, ഈശോയുടെ മുന്നോടിയായി വന്ന സ്നാപയോഹന്നാൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശോയ്ക്കും അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് ഈ സംഭവം ഈശോയെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു. ആരെല്ലാം ഈ നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആരെല്ലാം ഒരു പ്രവാചകൻ്റെ സ്വഭാവത്തിലൂടെ വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരെല്ലാം യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിലും സംഭവിക്കുക ഇത്തരത്തിലുള്ള കാര്യം തന്നെയായിരിക്കും എന്ന മുന്നറിയിപ്പും കൂടെ സ്നാപയോഹന്നാൻ്റെ മരണ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നാപയോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ഹെറോദസ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിൻ്റെ തല വെട്ടി ജീവനെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്ര സംഭവവും ഈ തിരുവചന ഭാഗത്തും നമ്മൾ കേൾക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, എപ്പോൾ ഈ വചനഭാഗം വായിക്കുന്നുവോ, എപ്പോഴെല്ലാം ഇത് ഞാൻ കേൾക്കുന്നുവോ, അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ടാകാറുണ്ട്. എന്നെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു വചനഭാഗമാണ് സ്നാപക യോഹന്നാൻ്റെ മരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരുപക്ഷെ അത്രയും നീതിമാനായ ഈശോയുടെ മുന്നോടിയായി വന്ന ഒരു വ്യക്തിയുടെ മരണം ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു ഫീലിങ്ങിന് കാരണമായിട്ടുള്ളത്. സ്നാപക യോഹന്നാൻ്റെ ഈ രക്തസാക്ഷിത്വം, ഈ മരണം, ആ കാലഘട്ടത്ത് ആ ദേശം ഭരിച്ചിരുന്ന ഹെറോദോസ് കുടുംബത്തിൻ്റെ രാജവംശത്തിൻ്റെ ക്രൂരതയുടെ ഒരുപക്ഷെ അവസാന അനുഭവമായിരിക്കാം. ചരിത്രപരമായിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ ഹെറോദോസ് വലിയ രാജാവ് ഭരിക്കുന്ന സമയമാണ് ഈശോയുടെ ജനന സമയം. അദ്ദേഹത്തിൻ്റെ ക്രൂരപ്രവൃത്തിയുടെ ഒരു അടയാളമാണ് കുഞ്ഞിപ്പൈതങ്ങൾ, അല്ലെങ്കിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കൊലപ്പെടുത്തൽ എന്ന് നമുക്കറിയാം. ഒരു ദേശത്തെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തുകയും അനേകം കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുകയും ചെയ്ത ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു വലിയ ഹെറോദോസ്. അദ്ദേഹം പല വിവാഹം കഴിച്ചു. ആദ്യ വിവാഹത്തിൽ ഉണ്ടായ മക്കളെയെല്ലാം ആ മനുഷ്യൻ കൊന്നുകളഞ്ഞു. ബന്ധുക്കളെയും തനിക്ക് ചേരാത്തവരെയൊക്കെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി തൻ്റെ അധികാരം നിലനിർത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ മകളാണ് ഹെറോദിയ എന്ന് പറയുന്ന സുവിശേഷ ഭാഗത്ത് കാണുന്ന വ്യക്തി. ഹെറോദിയ വിവാഹം കഴിച്ചു ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാളെ. അയാൾ ഈ രാജാവിൻ്റെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകനാണ്. ഇനി 4ാമത്തെ വിവാഹത്തിലുണ്ടായ മക്കളിലൊരാളാണ് യോഹന്നാൻ്റെ കാലഘട്ടത്ത് ആ രാജ്യം ഭരിച്ചിരുന്ന ഹെറോദോസ് എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം വിവാഹം കഴിക്കുന്നതും ഈ ഫിലിപ്പിൻ്റെ ഭാര്യയായ ഹെറോദിയയാണ്. ഇതിനെയാണ് സ്നാപക യോഹന്നാൻ ചോദ്യം ചെയ്തത്. അത് അനീതിയാണ് എന്നും തിന്മയാണെന്നുമുള്ള ഒരു മുന്നറിയിപ്പ് യോഹന്നാൻ കൊടുക്കുകയും അത് രാജാവിനെ ഹെറോദിയയെയും അലസോരപ്പെടുത്തുകയും, എന്നാൽ യോഹന്നാൻ നല്ലവനായതുകൊണ്ട് ആളുകൾ യോഹന്നാൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് ആ ഒരു ഭയം നിമിത്തം യോഹന്നാനെതിരായിട്ട് ഒന്നും പ്രവർത്തിക്കുവാൻ രാജാവിന് സാധിച്ചില്ല. എന്നാൽ ഹെറോദിയ എന്ന് പറയുന്ന വ്യക്തി, അവൾ അവസരം പാർത്തിരിക്കുകയായിരുന്നു സ്നാപക യോഹന്നാനെ മറുപടി കൊടുക്കുവാനോ പ്രതികാരം ചെയ്യുവാനോ. അപ്പം അതുകൊണ്ട് ക്രൂരതയുടെ മനുഷ്യത്വരഹിതമായ നിരവധിയായ പ്രവൃത്തികളുടെയൊക്കെ തുടർക്കഥയാണ് ഈ ഹെറോദോസ് രാജവംശത്തിൽ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അതിന് അന്ത്യം കുറിക്കുവാൻ സ്നാപക യോഹന്നാൻ്റെ മരണത്തിന് കാരണമായി കാണാം എന്ന് ചരിത്രകാരന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ കരുതുകയാണ്. നീതിമാനായ ഒരു മനുഷ്യൻ, സത്യത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യൻ, പ്രവാചകനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെയും നിലപാടുകളെയും എല്ലാവരും എല്ലായ്പ്പോഴും അംഗീകരിക്കണമെന്നില്ല. ഇത് ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നു. എവിടെയെല്ലാം അധർമ്മം ശക്തി പ്രാപിക്കുന്നുവോ, എവിടെയെല്ലാം അനീതി കുടികുത്തു വാഴുന്നുവോ, അവിടെ ആരെങ്കിലുമൊക്കെ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി വാദിക്കാൻ ഉയർന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ കുറേ കാലം സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചെങ്കിലും അവരെ നശിപ്പിക്കുക എന്നുള്ള, അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രവണത അധികാരികളുടെ ഒരു സ്വഭാവമായി എല്ലാ കാലത്തുമുണ്ട്. യോഹന്നാൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് തന്നെയാണ്. തിന്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ മനോഭാവം, സ്നാപക യോഹന്നാൻ്റെ ചൈതന്യം നമ്മളിലുണ്ട് എങ്കിൽ നമ്മുടെയും ഒരു പ്രത്യേകത നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ കാണുന്ന തിന്മയെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ തിന്മയെ, തെറ്റായ സ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ, മുന്നറിയിപ്പ് കൊടുക്കണമെങ്കിൽ നമുക്ക് ആന്തരികമായൊരു ശക്തി ഉണ്ടായിരിക്കണം, ഒരാത്മീയമായ ബലമുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാനെ പോലെ പ്രാർത്ഥനയുടെയും തപശ്ചര്യയുടെയും
തീക്ഷ്ണതയുടെയും ദൈവാന്വേഷണത്തിൻ്റെയും അനുഭവമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ തിന്മയെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് അവർ താൽക്കാലികമായി ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി ഈ തിന്മകൾ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് സ്നാപയോഹന്നാൻ്റെ പ്രവാചക ദൗത്യം, സ്നാപയോഹന്നാൻ്റെ ഈ മനോഭാവം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ട ഒന്നാണ്. കഠിനമായ തപശ്ചര്യയിലൂടെ, ഉപവാസത്തിലൂടെ, തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത ദൈവാനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഈ ഒരു ദൈവാനുഭവമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് മറ്റുള്ളവരെയോ സമൂഹത്തെയോ ചോദ്യം ചെയ്യും, കുറ്റപ്പെടുത്തും, എതിർക്കും. പക്ഷേ അത് അവരുടെ നേട്ടത്തിന് വേണ്ടിയും അവരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായി മാറുകയാണ്. ഇന്ന് പലപ്പോഴും ലോകത്ത് കാണുന്നത്, നമ്മുടെ സമൂഹങ്ങളിൽ കാണുന്നത് ഇത്തരത്തിലുള്ള സ്വഭാവക്കാരെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ തിന്മയ്ക്കെതിരായിട്ട് പടവെട്ടണമെങ്കിൽ, പാപത്തിനെതിരായിട്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെങ്കിൽ, പ്രതിഷേധിക്കണമെങ്കിൽ, പ്രതിരോധം സൃഷ്ടിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന ദൈവാനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിയുടെ ആന്തരികമായ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിയുടെ പ്രാർത്ഥനാനുഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ദൈവാനുഭവത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പോരാടുന്ന വ്യക്തിക്ക് മാത്രമാണ് എതിർപ്പുകൾ വന്നാലും, പ്രതികൂല സാഹചര്യം വന്നാലും, പ്രലോഭനം വന്നാലും അതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്, ചില കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്കറിയാം, ആ തിന്മ മനസ്സിലാക്കി ആ തിന്മയ്ക്കെതിരായിട്ട് നമ്മൾ ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ തന്നെയും ചില പ്രതിഷേധങ്ങളോ ചില പ്രലോഭനങ്ങളോ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള പ്രവണതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചില സ്വകാര്യമായ പ്രശ്നങ്ങൾ എടുത്ത് കാണിക്കാതിരിക്കുവാൻ, എൻ്റെ ചില കുറവുകൾ പുറത്തു കൊണ്ടുവരാതിരിക്കുവാൻ, എൻ്റെ ചില ദുഷ്സ്വഭാവങ്ങളോ തഴക്ക ദോഷങ്ങളോ മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ, ചില തിന്മയോട്, ചില സാഹചര്യങ്ങളോട്, ചില പാപം ചെയ്യുന്ന വ്യക്തികളോട്, ചില പാപാവസ്ഥകളോട് ഞാൻ അല്പമൊക്കെ ക്രമീകരണവും അഡ്ജസ്റ്റ്മെൻറ്റും നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇത് സ്നാപയോഹന്നാൻ്റെ മനോഭാവമല്ല. ഇത് ഒരു യഥാർത്ഥ പ്രവാചകൻ്റെ മനസ്സല്ല. ഇതൊരു യഥാർത്ഥ പ്രാർത്ഥനാനുഭവമുള്ള ദൈവാനുഭവമുള്ള വ്യക്തിയുടെ സ്വഭാവമല്ല. അപ്പോൾ നമ്മൾ ദൈവ അനുഭവത്തിൽ നിൽക്കാതെ, പ്രാർത്ഥന അനുഭവത്തിൽ നിൽക്കാതെ, നമ്മുടെ തന്നെ ജീവിതത്തെ ആത്മീയമായി വിശുദ്ധീകരിക്കാതെ തിന്മയ്ക്കെതിരായിട്ട് നമുക്ക് ശബ്ദമുയർത്താമെങ്കിലും പക്ഷെ അതിനെതിരായിട്ട് പോരാടാനുള്ള ബലം നമുക്ക് കിട്ടുക അസാധ്യമാണ്. അതുകൊണ്ട് തൻ്റെ മരണം മുന്നിൽ കാണുമ്പോഴും സ്നാപയോഹന്നാൻ സാഹചര്യങ്ങളോട്, പാപാവസ്ഥയോട് ഒരു വിധത്തിലും അദ്ദേഹം താതാത്മ്യപ്പെടുവാനോ എന്തെങ്കിലും തരത്തിലുള്ള ക്രമീകരണം ചെയ്യുവാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ധീരനായിട്ട് തൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുന്നത്. അപ്പോൾ തിന്മയ്ക്കെതിരായിട്ട് നിലപാട് എടുക്കണമെങ്കിൽ സ്നാപയോഹന്നാൻ്റെ ആന്തരികമായ വ്യക്തിത്വം നമ്മളിൽ രൂപപ്പെടേണ്ടതാണ്. ശക്തനായ ഒരു പ്രവാചകന് മാത്രമേ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ സ്നാപയോഹന്നാനെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നുണ്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നേക്കാൾ വലിയവൻ ഇല്ല. അപ്പോൾ ഈശോ തന്നെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം കൊടുത്ത്, ബഹുമാനം കൊടുത്ത് ആദരിക്കുന്ന വ്യക്തിയാണ് സ്നാപയോഹന്നാൻ എന്ന് പറയുന്നത്. അംഗീകരിക്കുന്ന വ്യക്തിയാണ് സ്നാപയോഹന്നാൻ എന്ന് പറയുന്നത്. ഈ ഒരു വിശുദ്ധൻ്റെ വ്യക്തിത്വം, സ്വഭാവം നമ്മളും സ്വാംശീകരിച്ച് എടുക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ദൈവ അന്വേഷണത്തിലൂടെ മാത്രമാണ് നമുക്ക് തിന്മയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തി എന്തെല്ലാം തിരിച്ചടികളുണ്ടായാലും, ആരെല്ലാം എതിർത്താലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള നിലപാടെടുത്തിട്ട് പിന്നീട് നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, പിന്നീട് നമ്മൾ പ്രലോഭനത്തിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ദൈവാനുഭവത്തെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ തിന്മയ്ക്കെതിരായിട്ട്, പാപത്തിനെതിരായിട്ട് നിലപാട് എടുക്കുന്നത്. രണ്ടാമത്തെ വ്യക്തിത്വം ഇവിടെ നമ്മൾ കാണുന്നത് ഹെറോദിയയാണ്.
അവളെക്കുറിച്ച് വചനം പറയുകയാണ്, അവൾ അവസരം നോക്കി നിൽക്കുകയായിരുന്നു. അവസരം നോക്കി നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ നമ്മളും അങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ചില കാര്യങ്ങൾ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കറിയാം തെറ്റാണെന്ന്, അതുകൊണ്ട് നമ്മൾ നിശബ്ദത പാലിക്കും. നിശബ്ദത പാലിച്ചതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് കരുതേണ്ട ആവശ്യമില്ല. നമ്മൾ ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ചില ഉപദേശം കൊടുക്കുമ്പോൾ, ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, അത് ശരിയായ രീതിയിലല്ല എന്ന് പറയുമ്പോൾ അവരൊരുപക്ഷെ അത് അംഗീകരിക്കാം, അവർ ഒരുപക്ഷെ നിശബ്ദത പാലിക്കാം. പക്ഷേ എന്നതുകൊണ്ട് അവർ അവരുടെ ജീവിതത്തെ മാറ്റി എന്ന് നമ്മൾ കരുതണ്ട. അവരുടെ നിലപാടുകളെ മാറ്റുന്ന മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതവരുടെ ജീവിതം വഴിയായിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തവർ അവസരം കാത്തു നിൽക്കുകയാണ് നമുക്കെതിരായിട്ട് പെരുമാറുവാൻ വേണ്ടി, നമ്മളെ തകർക്കുവാൻ വേണ്ടി, നമ്മളെ ഉപദ്രവിക്കുവാൻ വേണ്ടി. അത് ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ശത്രുത മനോഭാവമാണ്. അപ്പം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിൽ തുടരുവാനുള്ള ഒരു മനുഷ്യൻ്റെ തീരുമാനമാണ് ഏറ്റവും ഭയാനകമായി നിൽക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച വ്യക്തിയോട് പ്രതിഷേധിക്കുവാനും, അവസരം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യുവാനും, തക്കം കിട്ടുമ്പോൾ പ്രതികരിക്കുവാനും ഉള്ള അവസരത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ അതേപോലെ ഉൾക്കൊണ്ടു എന്ന് നമ്മൾ കരുതണ്ട. ഒരുപക്ഷെ അവരുടെ പെരുമാറ്റത്തിലോ പുറമേയുള്ള അവരുടെ പ്രകടനത്തിലോ നമ്മളെ അംഗീകരിച്ചു എന്ന് കരുതിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരത് സ്വീകരിക്കാതെ, അവർ ജീവിതത്തിൽ മാറ്റം വരുത്താതെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുവാൻ അവസരം നോക്കി നിൽക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ചില ആളുകൾ പറയുന്നതൊക്കെ നമുക്ക് അറിയാം, എന്നെ കുറ്റപ്പെടുത്തിയ ആളല്ലേ ഇപ്പം അനുഭവിച്ചു, അന്ന് എന്നോട് എന്തെല്ലാം പറഞ്ഞതാ, വലിയ ഉപദേശമായിട്ട് വന്നതല്ലേ, ഇപ്പം എന്തുണ്ടായി? അപ്പം ഇത്തരത്തിൽ നമ്മുടെ ചില നിലപാടുകളെ, നമ്മുടെ ചില അഭിപ്രായങ്ങളെ, നമ്മുടെ ചില രീതികളെ ഈ രീതിയിൽ പ്രതിഷേധിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എടുക്കുകയോ നമ്മളെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയോ ആ തെറ്റിൽ നിന്ന് മാറാൻ അവർ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം ഞാൻ സഹിച്ചു, ഇനി എനിക്കത് പറ്റിയാല, ഇനി നീ എന്നെ ചോദ്യം ചെയ്യണ്ട, നീ നിൻ്റെ വഴി നോക്കിക്കൊള്ളുക, എനിക്കെല്ലാം അറിയാം. ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന വ്യക്തികൾ തിന്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവരല്ല, പാപത്തെ വെറുത്തവരല്ല, മറിച്ച് തൽക്കാലത്തേക്ക് മിണ്ടാതെ ഇരിക്കുന്നവരാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അവസരം കിട്ടുമ്പോൾ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും ഒക്കെ നോക്കി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ, കുടുംബത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ നല്ല രീതികളെ, നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അവർ യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ അവഗണിക്കുകയും എന്നാൽ പുറമേ നമ്മളെ അംഗീകരിക്കുന്നതായിട്ട് ഭാവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഹെറോദ്യയുടെ മനോഭാവമുള്ള വ്യക്തികളാണ്. ഇനി ഇതേ സ്വഭാവം നമ്മുടെ ഉള്ളിലും ഇല്ല എന്ന് ആത്മശോധന ചെയ്യുക. ചില കാര്യങ്ങൾ ചില ഉപദേശത്തിലൂടെയും അല്ലാതെയും തെറ്റാണ് എന്നും അനീതിയാണെന്നും നമ്മൾ പറഞ്ഞിട്ടും നമ്മളതിനെ എത്രമാത്രം ഒരു മാനസാന്തര അനുഭവത്തിന് വേണ്ടി പാപ വഴികളെ ഉപേക്ഷിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. മറിച്ച് നമ്മൾ പലപ്പോഴും മിണ്ടാതിരുന്നു. എന്നിട്ട് ഈ ഹെറോദിയെ പോലെ അവസരം കിട്ടുമ്പോൾ പ്രതികരിക്കുക മാത്രമല്ല പ്രതികാരം ചെയ്യാനുള്ള സ്വഭാവമായിട്ട് നടക്കുന്നവരാകാം നമ്മൾ. ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ പ്രതികരിക്കുവാനും ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ കൂടിയും പ്രതികാരം ചെയ്യുവാനുമുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. ദൈവം നമ്മളെ ഒരു വ്യക്തിയെക്കൊണ്ട് ഉപദേശം ധരിപ്പിക്കുന്നത്, ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നത്, ചില കർക്കശമായ ഭാഷയിലൂടെ നമ്മളെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കാൻ വേണ്ടിയാണ്. ആ വ്യക്തി ഒരുപക്ഷെ സ്വാർത്ഥതയിൽ പറയുന്നതായിരിക്കാം, ആ വ്യക്തി ഒരുപക്ഷെ നമ്മളോടുള്ള അനിഷ്ടം കാരണം പ്രകടിപ്പിക്കുന്നതായിരിക്കാം, അതെന്തുമാകട്ടെ. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നിലപാടുകളെ മാറ്റാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ
മാനസാന്തരത്തിനുള്ള ഫലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അല്ലെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു മനസ്സ് ഉള്ളവരായി മാറും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മൾ മിണ്ടാതിരിക്കും, വീണ്ടും അതേ പ്രവൃത്തി ചെയ്യും, അടുത്തയാൾ കുറ്റപ്പെടുത്തും, മിണ്ടാതിരിക്കും, വീണ്ടും അതേ പ്രവൃത്തി ആവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു ശാശ്വതമായ പരിഹാരമോ അല്ലെങ്കിൽ മാനസാന്തര അനുഭവമോ ഉണ്ടാകാതെ ജീവിതം പാഴായി പോവുകയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഹെറോദസാണ്. ഞാൻ സൂചിപ്പിച്ചു, ആ വംശാവലി തന്നെ ക്രൂരതയുടെ പര്യായമാണ്. ഈ ഹെറോദോസ് അധികാരത്തിൻ്റെ അടിമയാണ്, പൊങ്ങച്ചക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാജസദസ്സ് കൂടി വലിയൊരു ആഘോഷം നടക്കുമ്പോൾ തൻ്റെ നിലയും വിലയുമില്ലാതെ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിൻ്റെ മുമ്പിൽ തൻ്റെ സർവ്വതവും, തൻ്റെ സമ്പത്തിൻ്റെ പകുതിയും രാജ്യത്തിൻ്റെ പകുതി പോലും തരാമെന്ന രീതിയിൽ വാക്കുകൊടുക്കുന്ന ഒരു വിവേകമില്ലാത്ത ഒരു രാജാവാണ് ഈ ഹെറോദോസ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ചില സാഹചര്യത്തിൽപ്പെട്ട നമ്മൾ ചില ആളുകളുടെ മുമ്പിൽ കേമത്തരം കാണിക്കാൻ വേണ്ടി, ഒരു സമൂഹത്തിന് മുമ്പിൽ നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നള്ളിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവത്തിന് ചേരുന്ന കാര്യമല്ല, നന്മയ്ക്ക് ചേരുന്ന കാര്യമല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുക എന്ന് പറയും. ഞാൻ അത് കൊടുക്കാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നുള്ള നമ്മുടെ ചില സംസാരവും നമ്മുടെ ചില രീതികളും അത് നമ്മുടെ തന്നെ സൽപ്പേര് നശിപ്പിക്കുന്നതും നമ്മുടെ തന്നെ അഭിമാനത്തിന് കോട്ടം തട്ടുന്നതുമായ കാര്യമാണ്. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യുന്ന, ചില വാഗ്ദാനം നടത്തുന്ന ആളുകളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളും അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അധികാരികളെ ചോദ്യം ചെയ്യുന്നവരും, അല്ലെങ്കിൽ ഒരുപക്ഷെ അധ്യാപകരെ വിമർശിക്കുന്നവരും, മറ്റുള്ളവരെ അവഗണിക്കുന്നവരുമൊക്കെ ഇത്തരത്തിലുള്ള പൊങ്ങച്ചക്കാരുടെ റോളിൽ ഉള്ളവരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ വലിയവനാണെന്ന്, ഞാൻ വലിയവളാണെന്ന്, കേമനാണെന്ന്, കേമയാണെന്ന് തെളിയിക്കുവാനുള്ള ഒരു വ്യഗ്രതയിലാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ആവശ്യമില്ലാത്ത ചില പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹെറോദോസിനെ പോലെ ചിലപ്പോൾ നമ്മുടെ സ്ഥാനത്തെയും നമ്മളുടെ വിലയെയും നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്ന സ്വഭാവം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഉയർന്നു നിൽക്കുവാൻ വേണ്ടി, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ആരുടെയും തല വെട്ടാൻ പോലും മടിക്കുന്നില്ല. ഹെറോദോസ് അങ്ങനെ. അയാൾക്കറിയാം സ്നാപയോഹനൻ നീതിമാനായിരുന്നു, സ്നാപയോഹനൻ വിശുദ്ധനായിരുന്നു എന്ന് ആളുകൾ കരുതി. അതുകൊണ്ട് നേരിട്ട് അയാൾക്ക് യോഹന്നാനെ എതിർക്കുവാനുള്ള തൻ്റെ ഇടമില്ലായിരുന്നു. രാജാവ് ആയിരുന്നിട്ട് കൂടി ആ മനുഷ്യൻ ഇങ്ങനൊരു അവസരത്തിൽ യോഹന്നാൻ തന്നെ ചോദ്യം ചെയ്തു. താൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു, തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. ഈ കാരണങ്ങളെല്ലാം വെച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹെറോദോസ് എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ ഈ നീതിമാൻ്റെ തലവെട്ടുകയാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സാക്ഷിയിൽ നല്ല വ്യക്തികളാണ്, നല്ല കാര്യമാണ്, നല്ല പ്രവൃത്തിയാണ് എന്ന് അറിയാമായിരുന്നിട്ടും നമുക്ക് വലിയ ആളായി നിൽക്കാൻ വേണ്ടി അത് നിസ്സാരമായി കാണിക്കുകയും നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കഴിവുകൾ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ നന്മകൾ അവഗണിച്ചുകൊണ്ട് അതിനേക്കാളും കേമനാണ്, അതിനേക്കാളും മിടുക്കനാണ്, അതിനേക്കാളും മിടുക്കിയാണ് ഞാനെന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയും ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ കടന്നുകൂടാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിലുള്ള വ്യക്തികളുടെ വിവിധ സ്വഭാവങ്ങൾ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്ന് ഹെറോദിയായുടെ ആ ദുസ്വഭാവത്തെയും ഹെറോദോസിൻ്റെ ദുസ്വഭാവത്തെയും മാറ്റിക്കളഞ്ഞ് സ്നാപയോഹന്നാൻ്റെ നന്മയുടെ, വിശുദ്ധിയുടെ സ്വഭാവത്തിൽ വളരുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. യോഹന്നാൻ എന്ന് പറയുന്ന അസാമാന്യ ധൈര്യമുള്ള ആ വ്യക്തിയുടെ ആ ധൈര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനും പാപത്തിനെതിരായിട്ട്, തിന്മയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുവാനും, ആരെല്ലാം എതിർത്താലും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും നമ്മൾ പാപത്തിന് അനുകൂലമായ, തിന്മയ്ക്ക് അനുകൂലമായ, അനീതിക്ക് അനുകൂലമായ നിലപാട് ഒരിക്കലും എടുക്കില്ല
എന്ന ഒരു ഉറപ്പിന്മേൽ ജീവിക്കുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, നമ്മളോട് തന്നെ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാൻ്റെ കാലം മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. അപ്പോൾ നിരന്തരമായ ഈ ബലപ്രയോഗത്തിലൂടെ മാത്രമേ പാപത്തിനെതിരായിട്ട്, തിന്മയ്ക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട്, അനീതിക്കെതിരായിട്ട് നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിലപാടെടുക്കുന്ന വ്യക്തി ഓർക്കണം, അതിൻ്റെ എതിർപ്പുകൾ ശക്തമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിരവധിയായ ദുരിതങ്ങളും ദുരന്തങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരും. പക്ഷേ അവർ ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായി എല്ലാ കാലത്തും മുദ്ര കുത്തപ്പെടും. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ നീതിമാൻ്റെ മുദ്ര പതിയുവാൻ വേണ്ടിയാണ്, സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ വേണ്ടിയാണ്. അനീതിയുടെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ടും വെറുത്തുകൊണ്ടും പാപത്തിൻ്റെ വഴികൾക്ക് എതിരായി പ്രതിരോധം സൃഷ്ടിക്കുവാനുള്ള ശക്തിയാണ് കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ആ ഒരു മനോഭാവത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.